നമസ്കാരം. മാർച്ച് 9 മുതൽ മാർച്ച് 15 വരെ വേൾഡ് ഗ്ലോക്കോമ അവയർനെസ് വീക്കാണ്. നമുക്ക് എന്താണ് ഗ്ലോക്കോമ എന്നും ഗ്ലോക്കോമയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഗ്ലോക്കോമയ്ക്കുള്ള ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാ? സർജറി അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ്? മോസ്റ്റ്ലി മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ്. കാരണം നമുക്ക് മെഡിസിനിലൂടെ ഒരു പരിധി വരെ ട്രീറ്റ് ചെയ്യാൻ, നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇതിന്റെ ഗ്ലോക്കോമയുടെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയപ്പെടുന്നത് ഇൻട്രാക്കുലർ പ്രഷറാണ്. അപ്പൊ ഇൻട്രാക്കുലർ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയിൽ നമ്മളൊരു ടൈപ്പ് ഓഫ് ലേസേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഈ ഡ്രെയിനേജ് കൂട്ടാനുള്ള രീതിയിലുള്ള നമുക്ക് ലേസേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അത് കോമൺ ആയിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് ഇത് രണ്ടുമാണ്. അത് ലേസേഴ്സ് ആൻഡ് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മറ്റേ നോൺ സർജിക്കൽ മൊഡാലിറ്റീസ് എല്ലാം ചെയ്തിട്ടും നമുക്ക് ടാർഗറ്റ് IOP-യിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർജിക്കലി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചില ഈ സെക്കൻഡറി ഗ്ലോക്കോമാസിൽ നമുക്ക് ചിലപ്പം സർജറീസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. താങ്ക് യു മാം. ഡോക്ടർ സംസാരിച്ച പോലെ രോഗി ഒരിക്കലും കാഴ്ച കുറഞ്ഞിട്ടല്ല ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. ഗ്ലോക്കോമ ഉള്ളവർക്ക് റെഗുലർ ചെക്കപ്പ് വഴി മാത്രമാണ് നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച നമ്മളറിയാതെ തന്നെ ഗ്ലോക്കോമ അവസാനിപ്പിക്കും. അപ്പോൾ എനിവേ ഇപ്പോൾ നമ്മൾ എല്ലാ ട്രിനിറ്റി ബ്രാഞ്ചിലും, ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും സൗജന്യ ഗ്ലോക്കോമ നിർണയ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ ഫർദർ ചെക്കപ്പുകൾക്കും മറ്റുള്ള ടെസ്റ്റുകൾക്കും എല്ലാം 50% ഒരു ഓഫറിലാണ് ഈ സൗജന്യ ഒരു ക്യാമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.